നമ്മൾ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഉച്ച തൊട്ട് ലീവ് എടുത്ത് വന്നേക്കാ നമ്മളെ കാണാൻ വേണ്ടി. അമ്മേനെ കൃഷിയിൽ സഹായിക്കുവോ? എന്തൊക്കെയാ സഹായിക്കുക? ചേട്ടൻ ഇതിലൊന്നും ശ്രദ്ധയില്ല. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് നീ. പാമ്പിന്റെ തൊലിയുടെ പോലെയാ ഇതിന്റെ തൊലി ഇരിക്കാന്ന്. തിന്നാൻ നമുക്കൊരു മടുപ്പ് തോന്നും. 5000 ചെയ്യട്ടാ. പറയുണ്ട് അതിന്റെ ഒപ്പം തന്നെ പൂക്കല നോക്കിയ എത്ര മനോഹരമായിട്ട് അയക്കണം നോക്കിയപ്പം. ഉമ്മർ ചാമ്പ, സിനിമയുടെ ഉമ്മറിന്റെ പേരിലുള്ള ചാമ്പയാണോ? ഇതിന് ഏവിയാക്ക് ജാക്ക് ഫ്രൂട്ട്. ഇത് ഏത് രാജ്യക്കാരനാവോ? നമുക്കേ പൊട്ടിച്ച് തിന്നാൻ പറ്റാവുന്ന സാധനങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. നമ്മളും കുറെ മാവ് വെച്ചിട്ടുണ്ട്. നമ്മളെ മാവും പൂക്കും. ഞങ്ങൾക്ക് ഒരു ക്രാവിന് കിട്ടിയിട്ടുണ്ട്. എന്താ ഈ നമ്മുടെ വയോജന ക്ലബിന്റെ മറ്റേ ബാംഗ്ലൂർ ട്രിപ്പ് ഷൂട്ട് ചെയ്യാനായിട്ട് അന്ന് വന്നില്ലേ, ജനുവരി 6-ാം തീയതി വന്നപ്പോൾ അന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു രേഷ്മ എന്ന് പറഞ്ഞിട്ട്. രേഷ്മയുടെ അമ്മായിയമ്മ ഉണ്ടായിരുന്നു ആ യാത്രയിൽ. ആളെ കൊണ്ടാക്കാൻ വന്നതാണ്. അപ്പോൾ രേഷ്മയായിട്ട് അന്ന് ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചപ്പോഴാണ് പറയണേ, ആളൊരു പുലിയായിരുന്നു. കർഷകശ്രീ അവാർഡ്, മട്ടുപ്പാവിലെ കൃഷിക്കുള്ള ഏറ്റവും നല്ല കർഷകയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളായിരുന്നു. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും ഇവരുടെ അനുഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ നമ്മൾ രേഷ്മയുടെ അടുത്ത് വന്നേക്കാണ് കേട്ടോ. ഈ മട്ടുപ്പാവിലെ കൃഷി എങ്ങനെയുണ്ടെന്ന് കാണാമല്ലോ. അപ്പോൾ രേഷ്മയുടെ മകനാണിത്. എന്നിട്ടാ സൂര്യ തേജ് എന്നാണ് പേര്. ആള് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഉച്ച തൊട്ട് ലീവ് എടുത്ത് വന്നേക്കാ നമ്മളെ കാണാൻ വേണ്ടി. ഞങ്ങളുടെ വീഡിയോ വലുതും കണ്ടിട്ടുണ്ടാ? ജഗുന അറിയോ? ജഗുന കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ സൂര്യതേജ് അങ്ങനെ നമ്മുടെ കൂടെ വന്നതാട്ടോ. അത് കണ്ട യൂണിഫോം വരെ മാറേണ്ട ആള് നമ്മളെ കാത്തിക്കാണ്. പിന്നെ ഒരു മോളും കൂടി ഉണ്ട്, രേഷ്മയ്ക്ക്. ആള് ട്യൂഷന് പോയി. ചേച്ചി എത്ര അല്ല പഠിക്കുന്നത്? +1. എന്തെന്നാ പേര് ചേച്ചിയുടെ? സൗബർണിക ട്യൂഷന് പോയി. അപ്പോൾ രേഷ്മ നമ്മളെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് കുടിക്കാൻ നല്ല ഉച്ച സമയമാണല്ലോ, കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാന്നിട്ട് ആൾ അകത്തേക്ക് ഓടി. അപ്പം ഇനി വെള്ളം കുടിച്ചിട്ട് നമ്മളിനി ഓരോന്ന് കാണിച്ചു തരാട്ടാ. ഇവിടെ മുകളിൽ നീല ഷീറ്റിന്റെ ഒരു കളർ ഉണ്ട്, ഷെയ്ഡ് ഉണ്ട്. അപ്പൊ അത് തീർന്നു നമുക്ക്. ഒരു മുന്തിരി വെച്ചോണം. മുന്തിരി എന്ത് മുന്തിരി എന്നാ പറഞ്ഞേ? കംബോഡിയ. ഇത് കണ്ട, അത് വെച്ചിട്ട് അത് മുകളിലേക്ക് പടർത്തി വിടണം. അതിങ്ങനത്തെ ഷീറ്റ് വാങ്ങിയിട്ട് സെറ്റ് ചെയ്ത് എടുക്കണതാണ് കേട്ടാ, അല്ലാണ്ട് ഇതൊരു ഡ്രമ്മല്ല. ഇങ്ങനത്തെ ഷീറ്റ് കൊണ്ട് രേഷ്മൻ ഉണ്ടാക്കിയതാണ് ഈ സാധനം. എന്നിട്ട് ഇതിൽ മണ്ണും വളമൊക്കെ നിറച്ചിട്ട് വെള്ളക്കെട്ടുള്ളവർക്ക് പറ്റിയ സാധനം. അടിയിലൊരു ട്രേ വെച്ചിട്ടുണ്ട്. വെള്ളം നിക്കില്ല ഇതില്, നിറച്ച് ഹോൾസ് ആണ്. നല്ല ഐഡിയ. നല്ല വളർച്ചയുണ്ട് ഇതിന്. മുന്തിരിക്ക് നോക്കിയ മുകളിലേക്ക് അവിടെ ഇരിക്കട്ടെ, നല്ല സുഖം. നല്ല വെയില് സമയം 1 മണി കൂടെ തോന്നുന്നു. പിന്നെ ഈ മുന്തിരി പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റ് മാറ്റാൻ. ഇവിടെ അതാ ഷീറ്റ്. ഇവിടെ ഭയങ്കര വെയില് കാരണം ഷീറ്റ് കെട്ടിയേക്കാന്ന് പറഞ്ഞ. ഇരിക്കും. യൂണിഫോം എന്താ മാറത്തെ? എത്ര അല്ല പഠിക്കുന്നത്? 2. അമ്മേനെ കൃഷിയിൽ സഹായിക്കുവോ? എന്തൊക്കെയാ സഹായിക്കുക? നനയ്ക്ക, വളട, അങ്ങനെയൊക്കെ ചെയ്യോ? വളരില്ല. അത് അമ്മ ചെയ്തോളൂ അല്ലേ? പിന്നെ ഉണ്ടായി നിൽക്കണ ഫ്രൂട്ട്സ് ഒക്കെ പൊട്ടിച്ച് തിന്നും, അങ്ങനെയൊക്കെ സഹായിക്കുവോ? മാങ്ങ പൊട്ടിക്കോ? കൂട്ടുകാരന്മാർക്ക് കൊടുക്കോ? അതൊന്നുമില്ല. അതിന് മാത്രല്ലല്ലോ, ചെറിയ തൈകളല്ലേ മാങ്ങകൾ. ഓരോന്ന് എത്ര തരം വെറൈറ്റി ഉണ്ട് പറഞ്ഞ മാങ്ങ. മുകളില് മാങ്ങകള് അതൊക്കെ ഞങ്ങൾ മുകളിൽ കയറിയിട്ടാ. വെള്ളം അയ്യോ മിച്ചറ്. താങ്ക് യു. വരാൻ പറഞ്ഞത് ഇവിടെ ഉണ്ടായതാണോ റോബസ്റ്റ് വെള്ളം? വാങ്ങിയതാണ്. വെള്ളം കുടിച്ചാ? എപ്പോ? അതിന്റെ ഇടയിൽ പോയി കുടിച്ചാ? രേഷ്മ ഉണ്ടാക്കിയ മിച്ചറാണ്. നല്ല വെള്ളം ദാഹം ഉണ്ടായിരുന്നു. നല്ല രസം നാരങ്ങ വെള്ളം കുടിക്കാൻ. ജഗ്ഗു സ്കൂളിൽ പോയി. ചേട്ടൻ ഇതിലൊന്നും ശ്രദ്ധയില്ല. അപ്പൊ ഞങ്ങള് വെള്ളം കുടി കഴിഞ്ഞു. രേഷ്മ ഇവിടെ ഇറങ്ങി വന്നു. ഇവന്റെ ബാഗ് സ്കൂളിലാണ്. ആള് ജസ്റ്റ് ഒന്ന് വന്ന് പോവാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാ സ്കൂളിൽ നിന്ന്. അപ്പൊ നമുക്ക് കാണിക്കാം അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു കുറച്ചിതാ. എന്തോരം സ്ഥലമുണ്ട്? 9 സെന്റ്. 9 സെന്റില് ഒരു മാതിരി സ്ഥലമൊക്കെ വീട്
പോയി അല്ലേ? ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള ചെടിയായിട്ട് പോയി. കുറച്ച് സ്ഥലത്താണ് ടീ ചെയ്തിട്ടുള്ളത് മുഴുവൻ. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന്റെ ആണ് കൂടുതൽ വെച്ചിട്ടുള്ളത് അല്ലേ? ആ, കുറേ വെറൈറ്റി പേരകളും മാവും ഒക്കെ ഉണ്ട് അല്ലേ? ഇതെന്തൊരു പേര ഇത് ബ്ലാക്ക് ഡയമണ്ട്. ബ്ലാക്ക് ഡയമണ്ട് ഉണ്ടായിട്ടില്ല ഇല്ലില്ല, ഇത് ഒരു 4 മാസമായിട്ടുള്ളൂ വെച്ചിട്ട്. ഇതെന്ത് വില ഇത് 1000 രൂപ. 1000 രൂപയാണ് ഈ തൈയുടെ വില കേട്ടോ. ഇതൊക്കെ എവിടെ നിന്നാണ് തപ്പി പിടിച്ച് കൊണ്ടുവരുന്നത്? ബംഗാൾ. ഇത് ചേട്ടനാണ് എല്ലാതും ചെയ്യണത്. ആൾക്കും കൃഷിയോട് ഭയങ്കര താല്പര്യം. അപ്പൊ ആള് ഇങ്ങനെ കൊണ്ടുവരും, ഇറക്കി തരുമ്പോ ഞാൻ നോക്കല് നമ്മള് ആള് കൊല്ലത്തിൽ വന്ന് കണ്ടുപോകുള്ളൂ. അപ്പൊ രേഷ്മിക്ക് എങ്ങനെയാ കല്യാണത്തിന് മുന്നേ കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു? അതൊന്നും അങ്ങനെ താല്പര്യം ഉണ്ടായില്ല. അപ്പൊ പിന്നെ നമ്മള് പഠിത്തല്ലേ, പിന്നെ അമ്മയൊക്കെ ചെയ്തിരുന്നു. അതെ, എന്നിട്ട് വന്നതല്ലേ താല്പര്യം ഇങ്ങനെ ഭയങ്കര തന്നെ. അല്ല, ഇത് ഒരു കാണുമ്പോഴേ നനയ്ക്കാൻ തന്നെ ഒരു സമയം എടുക്കുമല്ലോ. നനയ്ക്കണം. അതെ, ഈ പേരയുടെ അപ്പുറത്ത് ഇതിപ്പോ ഒരു പ്രത്യേക തരം പച്ചമുളക്. ഇത് മുരടിച്ചിട്ടുള്ളതാണോ? ഞാൻ വിചാരിച്ചേ ഒരു പ്രത്യേകതരം പച്ചമുളക് നമ്മുടെ ഈ മറ്റേ കൊണ്ടാട്ടമുളക് പോയണ്ടേ. ഇതൊന്നും കൊടുക്കരുതട്ടാ. അത് കാണിക്കും. നമ്മള് നമ്മുടെ മികച്ചത് മാത്രമല്ല കാണിക്കുക, നമ്മുടെ പോരായ്മ കൂടി കാണിക്കണം. അപ്പോഴാണ് അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടാ, ഇതൊരു ഗോൾഡൻ ബെറിയ പോലത്തെ ഒരു സാധനം. ഇതെന്തൊരു സാധനം? പൂച്ചെടി. കുഴപ്പമില്ല, ചെറിയൊരു മുട്ടില്. അപ്പൊ ഞാൻ ഈ വശം ഞാൻ ഉപേക്ഷിച്ചു. ഇതെനിക്ക് മനസ്സിലായി. കൃഷി നിന്നേക്കാളും നന്നായിട്ട് ഞാൻ അവതരിപ്പിച്ചല്ലേ ശരിയാണോ? എന്റെ മൈക്ക് വാങ്ങിച്ചിറങ്ങിയതാ. നീങ്ങടാ. ഇതാണ് അബിയു. ഇത് കണ്ട ഇപ്പൊ എല്ലാവരും അബിയു കഴിക്കുന്നില്ലേ ഇഷ്ടം പോലെ. ഒരെണ്ണം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതെ, ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോയി. പൂവ് കായുണ്ടായി. ഇതുമില്ലല്ല, ഇതേപോലെ തന്നെ അവിടെ ഉണ്ട്, ബാക്കിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇത് എത്ര പോകുന്ന തൈ വാങ്ങിച്ചത്? അത് ഇതിനേക്കാളും കുറച്ച് എത്ര വില കൊടുത്തു? വില അറിയില്ല കേട്ടോ. ഇല്ലല്ലേ. അതായത് രേഷ്മയുടെ ഹസ്ബൻഡാണ് ഈ ചെടികളൊക്കെ വാങ്ങിച്ചു കൊടുക്കണത്. വളം കാര്യങ്ങളൊക്കെ ചെയ്യണത് ഞാൻ തന്നെ. ഇത് ഏത് മാവാ? ഇതവിടെ കുഴിച്ചിട്ട് കൊണ്ട് തന്നെയാണല്ലേ? ഈ മാവ് ഇത് വിരിച്ചിട്ട് 2 കൊല്ലമായിട്ടുള്ളേ. അപ്പൊ ഈ മാവ് ഇവിടെ കുഴിച്ചിട്ട് കൊണ്ട് തന്നെ. ഇത് മാവിന്റെ പേര് അറിയില്ല? മാവിന്റെ പേര് ഞാൻ മറന്നു പെട്ടെന്ന്. നമ്മുടെ നാടനാ? പ്ലിയൂറാ? പ്ലിയൂറല്ല, നമ്മുടെ മാവുകളുടെ രാജാവ്, മാങ്ങളുടെ രാജാവാരാ? മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് നീ. പെട്ടെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാല് ഇതാണ് കുഴപ്പം. പിന്നെ ഇവിടെ കൊറേ തരം പേരകളാണ് വെച്ചോണ്ടിട്ടത്. പേര് അഹമ്മദ്, അലഹബാദ്, സഫേദ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ? അതിനിപ്പോ അടക്കം കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിന്റെ എല്ലാം നീളം കൂടിയതാണ്. പക്ഷെ ഒരു പേരെല്ലാം നോക്കിയാ ഭയങ്കര വട്ടം പേരുണ്ട്. ജപ്പാൻ ഗുവാവ. ഇന്നിട്ടത് ചിലപ്പോ വലിയ ദൂരെയുള്ള സ്ഥലങ്ങളാണ്. അല്ല, ഞാൻ ഈ പേരകളുടെ അവര് കൊണ്ടുവരുള്ളൂ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ മാസങ്ങളോളം കാത്തിരിക്കണം. ഇതൊക്കെ കുറേ കാലങ്ങളായിട്ടാണ് കിട്ടിയത് നമുക്ക്. 10 ദിവസം ട്രെയിനിൽ യാത്രക്ക് കയറി വന്ന സാധനം ഇവിടെ വന്നപ്പോ ഒറ്റയില്ല, വെറുതെ കോലും മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ഉണ്ടാക്കി വരികയാണ്. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ പേരകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല, അത് ഇവിടെ നിന്നൊക്കെ തിരിച്ചൊക്കെ മാറ്റും. ഇത് കൊണ്ടുവന്നിട്ട് 4 മാസമൊക്കെ ആയിട്ടുള്ളത്. ഇതിന് നന്നായി ഉണ്ടായ ശേഷമാണ് നമ്മള് ഇതേപോലത്തെ വലിയ ക്ഷീണം ഉണ്ടാവല്ലോ. അശോകന് ക്ഷീണമാവാം. 4-5 മാസം കൊണ്ട് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളതാണ്. ട്രെയിൻ കയറിയൊക്കെ വന്ന ആൾക്കാരുണ്ട് ഇവിടെ. ക്ഷീണമൊക്കെ മാറ്റിട്ട് വേണം. പിന്നെ വലിയ ഡ്രമ്മിലൊക്കെ നമ്മൾ മാറ്റുള്ളൂ. അപ്പൊ അത് എവിടെ വെക്കുക? ഇനി സ്ഥലമില്ലല്ലോ. അവിടെ ഉണ്ട് കുറച്ച്. അവിടെ 6 സെന്റ് സ്ഥലം ഉണ്ടല്ലേ? അവിടെ വെക്കാല്ലേ? പോയി അവിടേക്ക് മാറ്റണം. സ്ഥലം ആവശ്യമുള്ളവരാ അല്ലേ? കണ്ടില്ലേ സ്ഥലത്തൊക്കെ വെച്ചേക്കണം. നോക്കിയേ, ഇനി ഇതിന്റെ ഇടയിലൊക്കെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് എണ്ണിയാലും ഒടുങ്ങില്ല. ഞാൻ തന്നെ എണ്ണീട്ടില്ല. തലമുട്ടില് വലിയൊരു പ്രശ്നം. കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതുമല്ലേ അതായത് ഇവിടെ നോക്കിയാ, ഇപ്പം ഞങ്ങൾ ഇപ്പം ഈ നീല ഷീറ്റിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഈ ഒരു നല്ല വലിപ്പമുള്ള ഈ ഫാഷൻ ഫ്രൂട്ടാണ് വളർത്തിക്കൊണ്ട്. കണ്ട ഈ സാധനം കണ്ട, ഈ സാധനം ഇതിനെന്ത് വില കൊടുത്തു? ഇതിന് 800 രൂപ. 800 രൂപ. വലുതിന് 1000 രൂപയുണ്ട്. ഇതൊന്നുണ്ട്. ഇതിനതുണ്ട് 1000. ഏറ്റവും വലുതന്നെ കണ്ടിരുന്നു. മിറാക്കിൾ ഫ്രൂട്ട്. പിന്നെ ഇത് ഈ ചീര വരുന്ന സാമ്പാർ ചീര അല്ല? അയ്യോ, ഇതേത് മാവാ? ആ മാവിനെ തീരെ കുറിച്ച് ഈ മറ്റേ ഇതിലാട്ടാ
ഈ മറ്റേ എന്താ പറയാ ഇത് എയർപോർട്ട് എയർപോർട്ടിലാണ് വെച്ചോണ്ട്. ഇതൊരു പ്രത്യേക തരാണ്. അത് ഉണ്ടായിട്ടൊന്നുമില്ല. ഇതും ഒരു 4 മാസമായിട്ടുള്ളൂ ഈ പ്രാവശ്യം. ഇതെന്തൊരു സാധനം? ഇത് സാലക് പസീർ. ഇതെന്തൊരു ഒരു ഫ്രൂട്ടാണ് കേട്ടോ. നോക്കിയേ, ഫ്രൂട്ടാണ്. ഇങ്ങനെ കുടം പോലത്തെ അല്ലേ? അത് സ്നേക്ക് എന്തോ പേരുണ്ട്. അതായത് ഇത് പാമ്പിന്റെ തൊലിയുടെ പോലെയാ ഇതിന്റെ തൊലി ഇരിക്കുകയാണ്. തിന്നാൻ നമുക്കൊരു മടുപ്പ് തോന്നും. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതൊരു തരം പേരയാണല്ലോ. പ്രത്യേക തരം പേരല്ലേ നമ്മുടെ മറ്റേ പിന്നെ പ്ലാവുണ്ട്, മാവും പ്ലാവും. ഈ സൈഡിലൊക്കെ കുറെ ഇതെന്തൊരു ജബോട്ടി കാബ. ഉണ്ടായിട്ടില്ല. ഒരു 4 കൊല്ലമായി ഇത് വാങ്ങിച്ചത്. ഇതേ മരമുന്തിരി എന്നല്ല പറയുന്നത്. ചെറിയ ചെറിയ കായകളല്ലേ? അതായത് മുന്തിരിയുടെ വലിപ്പം തന്നെ. ഞാൻ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. സരിത നമ്മുടെ ഇന്നലെ വണ്ടിയുടെ എയർ ചെക്ക് ചെയ്യാൻ പോയി കൊലകൊലയായിട്ട് നിൽക്കണില്ലേ? അത് ഇതിന്റെ ഈ ഇലനില്ലേ? പക്ഷെ അത് നമ്മൾ കാണുമ്പോഴൊക്കെ ഇതിനൊക്കെ വലിയ മരത്തിലുണ്ടാവണേ. വലിയ മരത്തിലാണ് ഉണ്ടായിരുന്നത്. വലിയ മരം നിറയാണ്. പക്ഷെ ഇതിന് നല്ല വിലയുണ്ട്. വില 5000 രൂപയ്ക്ക് വാങ്ങിയതാ. ഈ തൈക്ക് 5000 തയ്യാട്ടാ. അവന്റെ ഞങ്ങള് ഒരെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു. നന്ദിക്കര എന്നാണ് വാങ്ങിച്ചത്. അപ്പൊ നല്ല വലിപ്പമുള്ള നന്ദിക്കര ജയറാം ഓർഡർ ചെയ്ത് വെച്ചതാന്ന് പറഞ്ഞു. 7000 രൂപയുടെ. ഇതിനേക്കാളും വലിപ്പമുള്ളത് ഒരെണ്ണം വാങ്ങാൻ നിന്നു. അപ്പൊ അത് ജയറാമിന് കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞു. പിന്നെ വീടിന്റെ ഈ സൈഡിൽ നോക്കിയേ പാഷൻ ഫ്രൂട്ട്. നോക്കിയേ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഡബിൾ കളറാട്ടാ. രണ്ടും അതുമേ റെഡ് ഉണ്ടാവും, മഞ്ഞ കളറും ഉണ്ടാവും. എവിടെ കളറായി? 2 തരം ഉണ്ടാവും. കളറായിട്ടില്ലേ? കളറുള്ളത് കഴിഞ്ഞ തന്നേക്ക് വീഴും. നല്ല കാനുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളില് ഇത് കാമ്പ് ഇഷ്ടം പോലെ ഉണ്ടാവില്ല. പിന്നെ സപ്രോട്ടയുണ്ട്. സപ്രോട്ട നമുക്ക് കായ ഉണ്ടായി തുടങ്ങി ചെറുത്. ഇതൊക്കെ ഇനി വേറെ സ്ഥലത്ത് പറിച്ചല്ലേ? സപ്രോട്ടയ്ക്ക് ഡിമാൻഡ് പോയില്ലേ? ഇല്ലേ? അങ്ങനെ ആരും വെക്കണ കാണാല്ലേ? സപ്രോട്ടേ ആളുകൾക്ക് എന്തോ ഒരു ഫ്രൂട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കില്ല. അതാണ് വാങ്ങിച്ച് വെക്കാനായിട്ട്. അപ്പൊ ഇവിടെ കാണിക്കാണെങ്കിൽ കുറെ ഉണ്ട്. ഇനി നമുക്ക് മുകളിലേക്കല്ലേ പോവാ? മുകളിലേക്ക് പോവാം. മുകളിലാണ് കുറെ ഇതുണ്ട്. നമുക്ക് ഇപ്പൊ പൂച്ചെടി അധികം വാങ്ങാറില്ല. പൂക്കളൊക്കെ ആദ്യം ഉണ്ടായത് വന്നപ്പോ ഇത് തന്നെ. നമ്മൾ ഈ ഫ്രണ്ടില് കാർ പോർച്ചിന്റെ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പുറത്ത് ഫാഷൻ ഫ്രൂട്ട്, ഇപ്പുറത്ത് ഒരു മുന്തിരി ഉണ്ട്. ഈ മുന്തിരിയാണ് എനിക്ക് പടർത്തി പോണത്. ഈ മറ്റേ തായ്ലൻഡ് കംബോഡിയൻ മുന്തിരിയാണ് കേട്ടാ. ഇതും ഇതേപോലെ ഈ ട്രയലാണ് കേട്ടാ. എയർപോർട്ടില് നെടുമ്പാശ്ശേരി എയർപോർട്ട്. എന്താ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടാ. ഒരു കിണറല്ല, അല്ല ഒരു കിണറിനെ മനോഹരം. എല്ലാവരും ഉരുളി, ചരക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കുമ്പോ ഇവിടെ ചെയ്തിട്ടുള്ളത് പറയുണ്ട്. അതിന്റെ ഒപ്പം തന്നെ പൂക്കല നോക്കിയാ എത്ര മനോഹരമായിട്ട് അയക്കണം നോക്കിയപ്പം. അല്ല പൂക്കുല, ഞാനില്ലേ ഇത് പൂക്കുല എന്ന് പറയുമ്പോ ഭയങ്കര സോഫ്റ്റ് അല്ലേ? ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതുമ്പോ ഇങ്ങനെയാണ് കമ്പി അതുമേ കൂടെ ഇല്ല ഇതിട്ടേക്കണം. അതെ, കമ്പി. അതിന് ഇവര് ഫുള്ള് ഇത് സിമെന്റിലാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കൊറേ സമയം, കൊറേ നാളെടുത്തു. ഇത് 1 മാസത്തോളം എടുത്തു അത് ഉണ്ടാക്കാനായിട്ട്. ഒക്കെ സിമെന്റിലാണ്. ഈ കിണറിലത്തെ വെള്ളം പറ്റുമോ? ഒരിക്കൽ പറ്റി ചെയ്തിട്ട് പിന്നെ ഞാൻ മണ്ണെടുത്തിട്ട് വീണ്ടും വന്നു. പിന്നെ പറ്റിയിട്ടില്ല. നനയ്ക്കാനൊക്കെ ഒരുപാട് വെള്ളം. അത് കാരണം കൊണ്ട്. അതെ അതെ. ഇവിടെ ഒരു ഇതെന്തൊരു ചെടികളൊക്കെ അല്ല ഫ്രൂട്ടുകളാന്ന് തോന്നുന്നു. ഇത് നിന്റെ സൈക്കിളല്ലേ? സൈക്കിൾ വെക്കാൻ സ്ഥലം. ഇത് ചാമ്പയ്ക്കാണോ? ഇത് ഉമ്മർ ചാമ്പ. സിനിമയുടെ ഉമ്മറിന്റെ പേരിലുള്ള ചാമ്പയാണോ? ഇത് ഈ സാധനം എന്താ? ഇത് സ്വീറ്റ് ലൂബി. അതും ഉണ്ടായിട്ടില്ല. ലൂബിക്കയുടെ മധുരമുള്ളത്. പുളി ഉണ്ടാവില്ല. നമ്മുടെ സാധനം ആദ്യം. ഇത് വേറെ ടൈപ്പ് ചാമ്പയല്ലേ? ഇത് ഡൽഹി ചാമ്പ. അതുമില്ല ഉണ്ടായിട്ടില്ല. ഇതെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് കുറെ നാളെ കഴിഞ്ഞാൽ ഇല കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും. എന്നിട്ട് വീണ്ടും പൊടിച്ചു വരും. ഇത് ഉണങ്ങി നിൽക്കുക. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കംപ്ലീറ്റ് പോകും. ഇതൊരു ചെടിയാണ് കേട്ടോ. കളർ ഇതിന്റെ കളറ് ചോപ്പ് കളർ ആയിട്ടുള്ളത്. ഇത് ഒരു വെള്ള ഞാവൽപ്പഴം. വെള്ള കളർ. അത് ഉണ്ടായി ഒരെണ്ണം ഉണ്ടായി. മാറ്റി കുടിച്ചിട്ടില്ലേ? ഇതൊക്കെ മാറ്റും. അതിന്റെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വലിപ്പത്തിലുള്ളത് ആയിട്ട് മാറ്റും. അപ്പൊ ഇതിന്റെ ഇടയില് വെണ്ടയും പച്ചമുളകും അങ്ങനെ കുറെ തരം കൃഷികളൊക്കെ കുറെ വഴുതനങ്ങയൊക്കെ ഉണ്ട്. കുറെ തരം സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഈ കോളിഫ്ലവർ, നാരകം. ഇത് ഉണ്ടായിട്ടില്ല. അതാ പേരയുടെ പോലെ. നാരകം മണടിച്ച് നോക്കിയേ, നല്ല മണല്ലേ? അതിന്റെ പേര്
പിന്നെ ഇത് മറ്റേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ്, അത് മാറ്റി കുടിച്ചിട്ടുണ്ടാണല്ലേ? അവിടെ ഇത് വെച്ച് ട്രേ ഇതാക്കി വെച്ചിട്ടുണ്ട്, സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ചേക്കണം. ഇതൊരു തരം മാവല്ല ചെറുത്? മൂലയ്ക്ക് കണ്ട അത് ഇതിന് വേണ്ടിട്ടാ. ഈ മാവ് ഇതെന്താന്ന് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടാ. ഇത് ഭയങ്കര മുള്ളു, ഇത് പടർന്ന സാധന. അതെ, നിറച്ചില്ലേ? റോസരല പോലെ ചെറുതായിട്ട്. അറിയാത്തൊരു ചെടി. ഇത് ഞങ്ങള് മണ്ണുത്തിന്ന് വാങ്ങിയത്. അത് ഇത് ചെറിയ ചെടിയായിരുന്നു കേട്ടാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പടർന്നത് നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഫുള്ള് പടർത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചുറ്റി ഇതൊക്കെ അതിന് നിറച്ച് ശാഖകൾ വരുന്നോണ്ടിരിക്കുക. ഇത് സ്റ്റാൻഡൊക്കെ നമ്മൾ പണിയിപ്പിച്ചതാട്ടാ. അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് പണിയിപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ പേരും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടാ. ബുദ്ധിമുട്ടുള്ള പേരാണ്. പല തരത്തിലുള്ള സ്റ്റാൻഡൊക്കെ നിങ്ങൾ തന്നെ പണിതു അല്ലേ? പണിതു. ഐഡിയ ഒക്കെ ചേട്ടൻ ചേട്ടാ. എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ആൾക്ക് കൃഷി ഭയങ്കര പിന്നെ കുട്ടികളുടെ വിശേഷം ചോദിക്കും കൂടുതൽ ചെടികളുടെ കാര്യം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് അയക്കണം. അപ്പൊ നമുക്ക് മോളിൽ പോവാം. നമ്മള് മോളിൽ കയറുന്നതിന് മുമ്പേ ഇതാണ് അവാർഡ് അല്ലേ കിട്ടിയത്? മട്ടുപ്പാവിലെ മികച്ച കർഷക അല്ലേ? ഏറ്റവും നല്ല അവാർഡ്. ഫോട്ടോ ആണല്ലേ ഇത്? വാങ്ങിക്കുന്ന സമയത്ത് ആളുണ്ടായിരുന്നു. അഭിമാന നിമിഷം. കോപ്പ അമേരിക്ക കപ്പ് ഈ ടൈപ്പ് അല്ലേ? ആ സമയത്ത് ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 2 മക്കൾക്ക് കിട്ടിയതാ. ഇവരെ മക്കൾക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ് നിറച്ച്. നന്നായി ഡാൻസ് കളിക്കും. ഫോട്ടോ അല്ലേ? ചേച്ചി എത്ര കിട്ടിണ്ട്? 14. ഓ ചേച്ചി, അത് നിനക്ക് കിട്ടാൻ കിടക്കണല്ലോ. ഡ്രോയിങ്, ഡാൻസ്, പിന്നെ ജില്ലയിലൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്ലാസ് ഫസ്റ്റ് ആണ്. ക്ലാസ് ഫസ്റ്റ് ആണ്. അമ്മേ, അപ്പൊ ആളൊരു പഠിക്കുകയും ചെയ്യും, കൃഷിയിലും താല്പര്യമുണ്ട്, പിന്നെ നന്നായിട്ട് പടം വരയ്ക്കും, പിന്നെ ഡാൻസ് പെയിന്റിങ് ചെയ്യും. ഒരു പാട്ട് പാടിയെന്ന് വെച്ചാൽ ഡാൻസ് ഒന്ന് കളിക്കല്ലേ? ഓണക്കളിയാണ് ഇപ്പൊ കയറിയേക്കണത് ചേച്ചിയുടെ ഒപ്പം. അതെ. അപ്പൊ മോളിൽ പോവാം. നമ്മൾ ഈ മോളിലേക്ക് കടന്നപ്പോ ഇവിടെ കുറെ വീപ്പുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടാ. ഇത് ഏത് മാവാ? ഒരു കൊട്ടിയൂർക്കോണം. ഈ സ്ഥലത്തിന്റെ പേര് കുഴിക്കാട്ട് കോണം എന്നല്ലേ? മാടായിക്കോണം, കുഴിക്കാട്ട് കോണം, മാപ്രാണം, ഇവിടെ കുറെ ഇതുകളുണ്ട്. ഇപ്പൊ മാങ്ങിൻ്റെ അതിൻ്റെ കേട്ടോ, നോക്കിയേ ഇട്ടോന്നേ. ഇത് നല്ല ടേസ്റ്റുള്ള മാമ്പഴാന്നുണ്ടല്ലേ? നന്നായിട്ടുണ്ടായില്ല? ഇതിന്റെ ഇലകള് ഇങ്ങനെ ഒരു വാട്ടം പോലെ കിടക്കണത് എന്താ ഇങ്ങനെ? വെയിലിന്റെയോ? അതല്ലേ. പിന്നെ ചാമ്പ അല്ല, അയ്യോ ചാമ്പ എന്ന് പറഞ്ഞ അമ്പഴങ്ങ. സീറ്റമ്പഴം. മധുര കൂടുതൽ? മധുരാണ്, വലിപ്പം കൂടുതലുണ്ടാവും, ചെറുതായിട്ട് പുളിയുള്ളൂ. വേറൊരു ഡ്രമ്മില് ഇതാണ് വിയറ്റ്നാം സൂപ്പർ എയർലി. ഞങ്ങളുടെ വീട്ടിലും വെച്ചിട്ടുണ്ട്, ഇതുവരെയായിട്ടില്ല. ഇതിന്റെ അലിക്ക് നീളം കൂടുതലാണല്ലേ അങ്ങനത്തെ? ഇത് ബേറാപ്പിള്. ചക്കിൻ്റെ അതിൻ്റെ കേട്ടോ, 2 ചക്കിൻ്റെ അതിൻ്റെ. ഇപ്പോൾ ഇതിപ്പോ എന്തോരം പ്രായമുണ്ട്? ഇതിപ്പോ 3 കൊല്ലം വെച്ചിട്ട്. 3 കൊല്ലം. ഇതുവരെ ഇപ്പൊ ചക്ക പിടിച്ചു കിട്ടിയില്ല കേട്ടോ, ഉണ്ടാവും പോവും അങ്ങനെയായിട്ട് നിൽക്കായിരുന്നു. എന്നിട്ട് ഇതിന്റെ ബേറാപ്പിൾ. ഇതില് ഇത് അതെ, ഇതെന്തോരം വലിപ്പം വരും? അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ലൈറ്റ് ഒന്നുകൂടി പാകായിട്ടില്ല. ഇല്ലില്ല, ഇത് ഒന്നുകൂടി ലൈറ്റ് കളറാവും. പൊട്ടിക്കാൻ പറ്റും. പിന്നെ ഇതില് ഒരു മാവ് വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ ഇതില് എന്തൊക്കെ ചേർക്കണത്? വളല്ലേ? അല്ല, വളല്ല, ഈ ഇത് മണ്ണില് മിക്സിൽ വളടക്കം ചേർക്കാം. ചകിരിച്ചോറ്, ചാണപ്പൊടി, ചകിരിച്ചോറ്, പിന്നെ നമ്മള് ഈ കക്കപ്പൊടിയില്ലേ, പച്ച കക്കപ്പൊടി കൂടി ആഡ് ചെയ്യും. അതെന്ന് വെച്ചിട്ട് വളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. അത് മണ്ണിൽ കംപ്ലീറ്റ് വിതറും, എന്നിട്ടാണ് നമ്മൾ ചെയ്യണത്. അത് നല്ലതായി. ഇതിൻ്റെ ഇടയിൽ തന്നെ നോക്കിയേ ഒരു കോളിഫ്ലവർ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ. നോക്കിയേ നല്ല വലിപ്പുണ്ട്, അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടാ. ടെറസിൻ്റെ മുകളിലൊക്കെ ഈ ചൂട്ട് കാലത്ത് നനയ്ക്കാരാണ് അല്ലേ? ഇത് പിന്നെ ഒരു പേരൻ്റെ അതിൻ്റെ ഇവിടെ പേരക്കായ പേര് ജപ്പാൻ പേര. പക്ഷെ ആള് വലിപ്പല്ലോ, ചെറിയ നല്ല വലിപ്പം. ഇതൊരു മാവാണല്ലോ, ഇതിന്റെ പേരെന്താ? നീളത്തിലുള്ള നാംഡോക്മൈ.
നോക്കിയേ കണ്ടാ അത് ഗോൾഡ് സരിത് ഇത് നോക്ക് നമ്മുടെ കശിനണ്ടി പോലെ ആ മറ്റേ ഒരു ഷേപ്പാണ് അത് ഇവിടെ ഉണ്ട് ആ അതെ ഇവിടെ വലുതുണ്ടായിട്ടില്ലോ കഴിഞ്ഞാലും കുറെ ഉണ്ടായിട്ടുള്ളതാ. നല്ല ടേസ്റ്റ് ഉള്ളതാ ആ അതെ മധുരം വല്ലാണ്ട് മധുരം ഇല്ല, നല്ല ലൈറ്റ് മധുരമായിട്ട് അതല്ലേ പിടിക്കല്ലോ. ഈ മാമ്പഴ ആ ബ്രൊക്കോളി പിന്നെ ഇവിടെ മാതള നാരങ്ങ മുന്തിരി വെച്ചിട്ടുണ്ട് ആ മാതള പിന്നെ ഇതൊരു മാവാണല്ലോ അതായത് പേരറിയില്ലേ പേര് അതിന്റെ അപ്പുറത്ത് ഞാൻ ചിലത് എഴുതിയിട്ടുണ്ട്. കൊറേ എന്തിന്റെ പേരറിയില്ല. എത്ര തരം മാവുകളുണ്ട് ഇവിടെ? ഒരു 5-8 തരണ്ട്. 5-8 തരം വെച്ച് ഒരെണ്ണൊക്കെ ചിലത് 2 ആയിട്ടുണ്ട്. മൊത്തം നോക്കിയാൽ കുറെ ഉണ്ട്. ഇത് ഏത് പ്ലാവാ? അതിന്റെ പേരെന്താണ് അതിന് എഴുതിയിട്ടുണ്ടല്ലോ. ചക്ക ഉണ്ടായിട്ടില്ലല്ലേ? അതിനുണ്ടായിട്ടില്ല. എന്നിട്ടോ ഒരു 33 എന്നാണ് പറഞ്ഞിട്ടൊരു പ്ലാവ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. 33 എനിക്ക് അതിന്റെ പേര് മറന്നുപോയി. ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു. കുറെ ദിവസം ഇരിക്കുന്നു പഴുത്താലും. ഇത് അവക്കാടാണ്. അവക്കാട ഓ അവക്കാട വേറെ ഇവിടെ വെച്ചില്ലേ? ഇതൊട്ടല്ലേ? ആ എല്ലാം തന്നെ അവിടെ ചെറുതാണ് ഇത്. ഇതിൽ തന്നെ വെക്കില്ല, ഇത് മാറ്റുമോ? ഇത് മാറ്റും. ഇത് വലിപ്പം അനുസരിച്ച് നമ്മൾ വലുതായി ഡ്രമ്മിൽ മാറ്റി കൊണ്ട് എവിടെയാ മുന്തിരി കൊലകള്? ആ അതെ കൂടുതൽ പക്ഷികളെ ഒന്നും കഴിക്കുക. ഞങ്ങളധികം പൊട്ടിക്കാറില്ല. അപ്പൊ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കിയോട്ടെ. ഇതേ ഒരെണ്ണം ഞാൻ പൊട്ടിക്കുന്നു. പുളിന്റെ അയ്യോ ഇതൊരു തരം ഞാവല്, ബ്ലാക്ക് ഞാവല്. ഇതില്ലേ ബ്ലാക്ക് ഞാവല്? ഇല്ല ഇതൊക്കെ അധികം നാളായിട്ടില്ല ഞങ്ങൾ വാങ്ങിച്ചിട്ട്. ഇത് ചെപ്പട്ടിക്ക അപ്പൊ താഴെ കണ്ടിട്ടില്ലേ? ഇത് നമ്മുടെ സാധാരണ പുളിയില്ലേ? അത് സ്വീറ്റ് പുളി കേട്ടാ. സീറ്റ് പുളി, മധുരപ്പുളി. ഇത് ഇതിന് നിറയെ കായലുണ്ടായിട്ടില്ല. ഇത് സ്വീറ്റ് ലൂബി. സീറ്റ് ലൂബി അത് നമ്മൾ ചെറുത് അവിടെ കണ്ടത്. അതന്നെ ആ അതിന്റെ വലുത്. ഇത് കഴിഞ്ഞെല്ലാം കുറെ ഉണ്ടായിരുന്നു. ഇത് നല്ല നല്ല ടേസ്റ്റ്. ആ നല്ല മധുരിക്കും, പുളി ഉണ്ടാവില്ല. ഈ തൈക്കൊക്കെ എന്ത് വിലയുണ്ട്? ആ ബ്രൊക്കോളി ഉണ്ടായില്ലോ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബ്രൊക്കോളി കണ്ടാ മുളക് മുളകും തൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. വെണ്ട പലതരം അതൊക്കെ ഉണ്ടായി കഴിഞ്ഞ സാധനങ്ങളാട്ടാ. എന്നാലും ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് പ്ലേ നമ്മള് ഇപ്പൊ ഇവര് ആപ്പിള് കേട്ടാ. ഇത് ആപ്പിളാ. ഇതുവരെ ഉണ്ടായിട്ടില്ല. ആപ്പിളല്ലേ? ഇത് ആപ്പിള് കുമ്പളോടെ ഉണ്ടായി തുടങ്ങിയില്ലേ? അത് അവിടെ ഉണ്ടായോ? വീട്ടിലുണ്ടായോ? അല്ലല്ല ആ അങ്ങനെ വീട്ടില് ഞങ്ങൾക്കൊന്നും ഇല്ല. ഞാൻ അങ്ങോട്ട് പോകാല നമുക്ക്. ഈ വഴി മുഴുവൻ മാവുകളാണ്. മാവ്, പ്ലാവ്. ഇത് ഓരോ മാവിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയ്ക്ക് അധികം ഉണ്ടാവില്ല ഓരോന്ന് പറയാനായിട്ട്. ഇത് ഹിമപസന്ത്. ഹിമപസന്ത് എന്തൊക്കെ പറയാ. ഇത് ഹിമപസന്ത്. ആ ഹിമപസന്ത് ഹിന്ദി പേരാവില്ലേ? ഇതോ? ഇതിന്റെ പേര് അതെ അവിടെ ചക്കിണ്ടായിണ്ട്. അതെ ഈ ഇവര് എന്തുട്ടാ മറ്റേ ഇതും അത് തന്നെ കേട്ടാ. ഹിമപസന്ത് ചില ഇലകള് ചില സമയങ്ങളിരിക്കണ്ട. ഒരെണ്ണം തന്നെ 2 എണ്ണം ചക്കി ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇത് വിയറ്റ്നാമേരിലെ ആ ഇല. ആ നല്ല ടേസ്റ്റ് ഉണ്ടാ. ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടുണ്ടായതാ. ആദ്യമായിട്ടുണ്ടായതാ. പിന്നെ വേറെ പ്ലാവ്. ഇത് വേറെ മാങ്ങിയാണല്ലോ. ഇത് മാങ്ങിണ്ടായിരുന്നല്ലോ. നാംഡോക്മയാണത്. ഇതിലേക്ക് മാങ്ങലുണ്ടാ? അതന്നെ. ഈ മറ്റേ ഇവര് ഇത് ഈ മാവ് ഉണ്ടല്ലോ, ഇത് ഗ്രീൻ. ഇതിന്റെ ഇലകളൊക്കെ കുറെ കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഭയങ്കര കാപ്പി കളറാ. ആ ഇതിന്റെ ബ്ലാക്ക് മാംഗോ ഉണ്ടായിട്ടില്ല. അത് ബ്ലാക്ക് മാംഗോ. ഇതൊക്കെ ടെറസിന്റെ മുകളിൽ നിറച്ച് വെക്കുമ്പോഴേ ടെറസിന്റെ മുകളിൽ നിറച്ച് വെക്കുമ്പോ ബലത്തിന്റെ ടെറസിന് ബലം. ഇവിടെ വലിയൊരു ഇത് ഇട്ടിട്ടുണ്ട്, ബീമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പണിയുമ്പോ തന്നെ നല്ല ഉറപ്പ് വരാനായിട്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാസവളം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുമ്പോൾ എല്ലാ ആള് തന്നെയാണ്. ആള് ദുബായില് സൈറ്റ് എഞ്ചിനീയർ ആയിട്ട്. നമുക്ക് മുകളിൽ കയറാം. പിന്നെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, അവിടേക്ക് ഉണ്ട്. നമ്മള് കാണിക്കാണെങ്കിൽ കുറെ ഉണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് വരാം. ഇതേ അതിപ്പോൾ നിറച്ച് മുളകുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നഷ്ടം നാകുന്നില്ലേ? ഇതേ ഇവിടെ 2-3 മാവുണ്ട് കേട്ടോ. 3-4 ഇതേ ഇതുമ്പോൾ മാങ്ങിണ്ടായിട്ടുണ്ട്. ഇതേ മാമ്പഴം ഉണ്ടായിട്ടുണ്ട്. അല്ല മാമ്പഴമല്ല, മാങ്ങ. ഇവിടെ ഇതേ റംബുട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു വലിയ ചാമ്പ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ടൈപ്പ് ചാമ്പ വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് വേറെ പ്ലാവ്, അതിന്റെ അപ്പുറത്ത് വേറെ മാവ് പൂവിട്ടു. ഇത് കുളമ്പ്.
ഭയങ്കര ടേസ്റ്റ് അല്ലേ കുളമ്പ്? ഇതിന് ഏവിയാക്ക് ജാക്ക് ഫ്രൂട്ട്. ഇത് ഏത് രാജ്യക്കാരനാക്കിനാവോ? ഏവിയാക്ക് യൂറോപ്പിനാണോ? എന്തായാലും ആവട്ടെ. അപ്പൊ പറഞ്ഞു വരുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റാ. അതുകൊണ്ടാണ് ഇത് കൂടുതൽ. ഇതിന്റെ ഉള്ളിലത്തെ അണ്ടിയൊക്കെ ഭയങ്കര നൈസ്, കനം കുറവ്, മാംസം കൂടുതൽ. അതന്നെ അത്ര. പിന്നെ ഇത് പുഴുകുത്തൊന്നുമില്ല. ഇല്ല, ഇതവർക്ക് അങ്ങനെ ഒറ്റ മാവ് അങ്ങനെ മാങ്ങയും കിട്ടിയിട്ടില്ല. പൊട്ടിച്ചു പഴുത്തിട്ട് പൊട്ടിക്കാറ്. ഞാൻ പഴുക്കുമ്പോ എന്ന് വെച്ചാൽ അത് ഞങ്ങൂല്ലോ പൊട്ടി. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ എടുത്തൂടെ, അത് കാരണം കൊണ്ട്. ഈ നമ്മുടെ ഇവര് ഈ സമ്മാനം കിട്ടാനായിട്ട് മാനദണ്ഡാക്കി തന്നിട്ടാ മാനദണ്ഡം അല്ല, എന്നാലും ഒരു അവര് വന്നിട്ട് എന്തൊക്കെ ചോദിച്ചത്? ചോദിച്ചത് അവര് എത്ര കൊല്ലം പിടിച്ചുണ്ടാക്കാനായിട്ട്, പിന്നെ അവർക്ക് വളം എന്താണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ചോദിച്ചു. പിന്നെ ഇത്രയധികം ഉണ്ടല്ലോ, പിന്നെ ഇത്രയധികം കണ്ടോ, അപ്പൊ തന്നെ അവർക്ക് മതിയായി. അന്നൊക്കെ നല്ല സ്വീറ്റ് ലൂബിയൊക്കെ പഴുത്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടു എല്ലാവർക്കും ഭയങ്കര. അതായത് നമ്മൾ കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു. കാരണം മാങ്ങല് കുറച്ചുണ്ടായിട്ട് ഒന്നും സീസൺ കഴിഞ്ഞല്ലോ ഈ സമയത്തായിരുന്നു അവര് വന്ന് നോക്കിയതൊക്കെ. നമുക്കേ പൊട്ടിച്ച് തിന്നാൻ പറ്റാണ സാധനങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. ഇത് നിലത്ത് വരെ കിടക്കാറുണ്ട് മാങ്ങാണ്ടായിട്ട്. ഞാൻ വിചാരിച്ചു കൊമ്പൊക്കെ ഒടിഞ്ഞ് പോവെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഇപ്പൊ ഇതുണ്ടായി വരണല്ലോ. നമ്മളും കുറെ മാവ് വെച്ചിട്ടുണ്ട്. നമ്മളെ മാവും പൂക്കും. വാ താഴത്തേക്ക് പോവാ, 6 സെന്റിലേക്ക് പോവാ. ഇതാണ് നിങ്ങളുടെ 6 സെന്റ് അല്ലേ? ഇവിടെയൊക്കെ ഈ കുരുമുളക് പടർത്താനായിട്ടുള്ള ടെക്നിക്ക് ചെയ്തോണ്ട് നോക്കിയാ, പൈപ്പ് വെച്ചിട്ട് മുകളില്. 5-8 മാസമായിട്ടുള്ളപ്പോഴേക്കും കുരുമുളകൊക്കെ ഉണ്ടായി. അതെ, നല്ല ഐഡിയ ആണ്. അല്ല, മണ്ണുത്തിന്നല്ല, ഇത് എറണാകുളം ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്, ആമ്പല്ലൂര് കണ്ടിട്ട്. അതൊക്കെ ആളെന്നെ എല്ലാം സെറ്റ് ചെയ്യും. അതന്നെ രാവിലെ വിളിച്ച് പറയും, ഞാൻ വണ്ടിക്കാർ വരും, അവിടെ നിന്ന് വരും, പൈസ കൊടുക്കാൻ പറയും. ഇത് ഇത് 1 വർഷത്തെ കൊള്ളിയാണ്. പക്ഷെ നമ്മള് 8 വർഷം ആകുമ്പോഴേക്കും പറിച്ചു തുടങ്ങി. എന്താ വെച്ചാല് 8 മാസം. നല്ല ടേസ്റ്റ് ഉള്ളതാ. പേരുണ്ട് അതിന്? പേരറിയില്ലട്ടെ. നല്ല കനുള്ള തണ്ടാണല്ലേ എൻ്റെ. നോക്കി എന്തൊരു കന അതിൻ്റെ തണ്ടിന് കണ്ട. നല്ല പിടിക്കുമ്പോ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. അത് 4 മാസമായിട്ടുള്ള വെച്ചിട്ട് നിറയെ ഈ സൈഡില് പടവലയും കഴിപ്പിക്കായിരുന്നു. ഇപ്പില്ലേ? ഇപ്പില്ല, അതൊക്കെ പോയി. ഇപ്പൊ രണ്ടാമത് ഞാൻ വെച്ച് വരണുള്ളൂ. പിന്നെ ഇവിടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അതേ നാടൻ പപ്പയെന്നുണ്ടല്ലേ? ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുള്ളത് തന്നെയാണ് എല്ലാതും. ഒരു കളറേ, ഒരു വയലറ്റ് കളറ്. കൊറേ തരം മുളകുണ്ട്. നോക്കിയേ, വേറെ മറ്റേ ഉണ്ടമുളക് തരുതേ, നിറച്ച് മുളക്. വഴുതനക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞതാട്ടോ. ഇത് മറ്റേ കസ്തൂരി മഞ്ഞൾ പോലത്തെ. കസ്തൂരി മഞ്ഞളുടെ മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞ. ഇതിലെ മഞ്ഞയാണ്. നമ്മള് വെള്ളി വാങ്ങി വെച്ചിട്ടുണ്ട്, ഓൺലൈനിലായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ. അത് ഉണ്ടാവണുള്ളൂ. ഇത് ഇപ്പുറത്തെ ചെറിയ ചെടിയാ. പിന്നെ അവിടെ മാങ്കോശി ഉണ്ട്. ഇത് നല്ല ഹൈറ്റ് ആയിരുന്നേ, വെട്ടി കൊടുത്തതാ. ഇവിടെ കാട് പോലെയായിരുന്നു, ഒരാള് നിന്ന് കാണില്ല, അതേപോലെയായിരുന്നു. അപ്പൊ ഞാൻ കൊള്ളിയൊക്കെ കുറച്ച് പറിച്ചു, പിന്നെ ഇങ്ങനത്തെ വെട്ടിക്കൊടുത്തു. പിന്നെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും കുറെ പൂക്കള് വെച്ചിട്ടുണ്ടായിരുന്നു, ചെട്ടിച്ചൊക്കെ. കടക്കാണാറി കൊള്ളി കാണാൻ കപ്പ ഇതേണ്ട. നല്ല കൊള്ളിയെന്ന് വെച്ചാൽ നമ്മള് വണ്ണം കുറവുള്ളതാന്ന് വെച്ചാൽ ഏതാണെന്ന് വെച്ചെങ്കിൽ അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ ഈ തണ്ട് എനിക്ക് വരാൻ തോന്നല്ലോട്ടാ. ഇത് പറിച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. അതിന്റെ കമ്പ്, അത് ഒരു കമ്പ് കൊണ്ടുപോവാ. പക്ഷെ ഇത് ടേസ്റ്റ് ഉള്ളതാ. ഇതിന്റെ കമ്പ് കൊണ്ടുപോവാ, ചെറുത് മതി. വേറെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതെ, ഇവിടെ അവിടെ നിന്ന് എടുത്തോളൂ, നല്ലത്. പിന്നെ ഇവിടെ ചോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിഞ്ഞു. കിട്ടിയിരുന്നു. ഞങ്ങള് 4 വെച്ചു, 3 കിട്ടി. അന്ന് ഓരോന്നെ കിട്ടിയിട്ടുണ്ട്. അത് സ്വീറ്റ് നല്ല ഒരു കോണായിരുന്നു. മുന്തിരി ഞാൻ പറഞ്ഞു, മുന്തിരിയൊക്കെ രാവിലെ വന്ന് നോക്കിയാൽ നിറയെ കിളികൾ പറക്കണാണ്. ഇവിടെയൊക്കെ പൂക്കളായിരുന്നു, ചെട്ടിച്ചി. ഓണത്തിന്റെ സമയത്തേ ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഒരു അമ്മാമ മരിച്ചു. കൊറേ പേര് വന്ന് ചോദിച്ചപ്പോ വെറുതെ കൊടുത്തു. പിന്നെ ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടിട്ടാ, നിങ്ങൾക്ക് അതുപോലെ സ്റ്റാൻഡ് ഉണ്ടായില്ലേ? ഇതുണ്ടാക്കിയില്ലേ, പന്തൽ. ഊരി വെക്കാൻ പറ്റും, മാറ്റി വെക്കാൻ പറ്റും. അവിടെ 2 ഉണ്ടാക്കിണ്ടേ, അത് ഇങ്ങോട്ട് കടത്തിയിട്ടില്ലെന്ന് മാത്രം. നമ്മുടെ സ്ഥലം അവിടെ വരെ ഉണ്ട് കേട്ടാ, അവിടെ വരെ ഉണ്ട് സ്ഥലം. അപ്പൊ ഞാൻ ഇപ്പൊ അവിടെ കൂടുതൽ വെക്കണ്ടെന്ന് ചോദിച്ചിട്ടേ വഴിക്കടി വരാം.
എന്തായാലും പറഞ്ഞൊക്കെ ഇപ്പോൾ കണ്ടെടുത്തോളം നമുക്ക് ഈ അവാർഡ് കിട്ടിയാലും അത്ഭുതമില്ല. തീർച്ചയായിട്ടും ഇനിയും കിട്ടും. പക്ഷെ ആ സമയത്ത് പറഞ്ഞില്ലേ കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതന്നെ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു തരി സ്ഥലം ഇവിടെ ബാക്കി ഉണ്ടായില്ല, ഇപ്പോഴാണ് ഒഴിവായിട്ട് കിടക്കണത്. അല്ല ഒഴിവാണെങ്കിൽ കാണാൻ ഒരു വൃത്തിയുണ്ട്. എല്ലാം കരിമ്പുണ്ട് കേട്ടോ, ആ സൈഡിൽ കരിമ്പുണ്ടാ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. അപ്പൊ ഒരു കൊള്ളിര കുഞ്ഞൊരു തണ്ട് തന്നോ? കൊണ്ടോളോ ഒക്കെയൊന്നും വേണ്ട, എനിക്കൊരു ചെറിയത് മതി. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ ഇതന്നെ മറ്റേ കൃഷിഭവൻ നല്ല വണ്ണം വെക്കും. പക്ഷെ ഇതിപ്പോ ഞാനേ കൊറേയൊക്കെ ഈ തൊരപ്പന്റെ ശല്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് കിട്ടി വെച്ചിട്ട് കയറ്റിൽ വെച്ചിട്ട് ചിലപ്പോ കുറയ്ക്കും. ഇതിപ്പോ ഒരു കടയിലൊക്കെ എത്ര കിലോ ഉണ്ടാവും? നല്ല 10-15 കിലോനും ഇത് വരില്ലേ? ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ചില കടയിലും പറിച്ചപ്പോ നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ വണ്ണം വെച്ച് വരണല്ലോ കൊറേയൊക്കെ. തെങ്ങും തൈകളും വെച്ചിട്ടുണ്ട് അല്ലേ? തെങ്ങും തൈകളും വെച്ചിട്ടുണ്ട്. ഇടയിലൊക്കെ പച്ചമുളക് വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞാലും ഇപ്പൊ ഞാൻ കൊടുത്തു തുടങ്ങി. ഇപ്പൊ നമുക്ക് വെച്ചിട്ട് കയറ്റില്ലല്ലോ. പിന്നെ ഈ ചൂനിമുളകൊക്കെ കുപ്പിയിലിട്ട് വെച്ചേക്ക. ഞങ്ങൾ ഒരിക്കൽ ചേട്ടനൊക്കെ കിലോ കണക്കിന് വാങ്ങിച്ച് ഗൾഫിൽ കൊണ്ടുപോയി. ചൂനിമുളക് എന്നെ വേണമെന്ന് പറഞ്ഞിട്ടേ, കൊളസ്ട്രോളിന് നല്ലതാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ചൂനിമുളക് കൊടുക്കാറില്ല. മഞ്ഞ ഉണ്ടമുളക്, ഇത്ര തന്നെ വലിപ്പം വെക്കണുള്ളൂ. അത് ഇത് ഒരെണ്ണം ഞാൻ പൊട്ടിച്ചു. എരിവൊക്കെ ഉണ്ട്. എരിവില്ലാത്തൊന്നുമില്ല. എരിവുള്ള മുളകാണ്. ഞാൻ ക്യാപ്സിക്കം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2-3 ഉണ്ടായി. അത് ചട്ടിയിൽ വെച്ചു അവിടെ. ചൂനിയമുളകുണ്ട് അല്ലേ? വലിപ്പമുള്ള ചൂനിയമുളക. ഇതാണ് കേട്ടോ കരിമ്പ്. ഇങ്ങനത്തെ ഗ്രോ ബാഗിൽ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അത് 5 വർഷത്തിന്റെ ഗ്യാരണ്ടി ഉണ്ട്. നോക്കിയാ ഇതാണ് കേട്ടോ കരിമ്പ് വെച്ചേക്കണ. നോക്കിയത് ചിലതൊക്കെ പരീക്ഷണങ്ങളായിരുന്നു. ചോളം കരിമ്പ്. അപ്പൊ കൃഷിയോട് നമുക്ക് ഇത്തിരി താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കാനായിട്ട് രേഷ്മ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂടി ഒന്നുമില്ല. ശരി ശരി. പിന്നെ എനിക്ക് പൊട്ടിച്ച് തിന്നാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. പൊട്ടിച്ച് തിന്നാനായിട്ട് ഞാൻ കുറെ വെയിറ്റ് ചെയ്തു. പക്ഷെ അതൊക്കെ ചീഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചോട്ടെ. എല്ലാത്തിലും എടുക്കണായോളോ. നമ്മുടെ സൂര്യതേജ് ഭയങ്കര കലാകാരനാണ്. ഞങ്ങൾ പോവാൻ ഇറങ്ങിയതാ. അപ്പൊ സൂര്യതേജിന് അവൻ വരച്ചിട്ടുള്ള പടങ്ങളുടെ ഒരു കളക്ഷൻ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അത് എടുക്കാൻ പോയിക്കാം. കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്ക് ജില്ലയില്. ചേച്ചിരെ ചേച്ചിരുത് ഞങ്ങൾക്ക് ഇന്ത്യയാണ് കാണേണ്ടത്. ഈ ഇതിലൊന്നുമില്ല. ഓ തണ്ണിമത്തൻ അത് പുലിരെ വരച്ചോണ്ടിരിക്കണല്ലോ. പെർഫെക്ഷൻ അല്ലേ? സൂര്യതേജ് ഉണ്ടെങ്കിൽ ഞങ്ങളില്ലാന്ന് പറയില്ലേ? ഇത് ഈ ഫാബ്രിക് പെയിന്റ് എന്ന് പറഞ്ഞത് ഇതെന്ത്? ഇത് ക്രയോണാ? കളർ പെൻസിലാണല്ലേ? വീണ്ടുക്കനേട്ടാ. കുതിര എണ്ണങ്ങൾ വിളക്ക്. ഓ മിന്നിച്ചു മാൻ. ചേച്ചി പിന്നെ നമുക്ക് കാണേണ്ട ആവശ്യമില്ല അല്ലേ? എന്നാലും ചേച്ചി വരച്ച് ഇത് ചേച്ചി വരച്ചല്ലേ? ഇത് മോ വരച്ചത്? ഇത് പിന്നെ എല്ലാവരും വരയ്ക്കണ കോമൺ സാധനം. വീട് നോക്കട്ടെ ചേട്ടാ. അപ്പോൾ ഇത് മറക്കല്ല ചേട്ടൻ ധൃതി പിടിച്ച് എങ്ങനെ പോണേ കാണട്ടൊന്ന്. ഇനിയോട് പുസ്തകം മുഖം വാട്ടർ കളറാ? അശ്വം. മനോഹരം. ചേച്ചിക്ക് കുറെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ?
ഞങ്ങളെ ഇനിയും വരാട്ടെ, ഇനി ഫ്രൂട്ട്സ് നിറച്ചിട്ടുണ്ടാവട്ടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളത് പൊട്ടിച്ച് തിന്നാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് സമാധാനപരമായിട്ട് നോക്കാം നമുക്ക്. അടിപൊളി.